നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. തെണ്ടികൾ വല്ലതും ഇരിപ്പുണ്ടോ? നമ്മുടെ ബസ് ഓടി വരികയാണ്. വണ്ടി ഓടി വരുന്നുണ്ട് സദസ്സിൽ, തെണ്ടികൾ വല്ലതും ഇരിപ്പുണ്ടോ? രണ്ടുകാലിൽ വരുന്ന കരിങ്കൊടിക്കാർ കണ്ടു പിന്നെ ജീവൻ രക്ഷാപ്രവർത്തകർ. നാല് കാലും ആയുസും എടുത്തിട്ടെന്തു സൗഭാഗ്യം, നാടുവാഴും തമ്പുരാൻ ചിരിച്ചു കണ്ടാൽ മതി. നാടുവാഴും തമ്പുരാൻ ചിരിച്ചു കണ്ടാൽ മതി. കാലമേറെ കഴിയവേ നമ്മൾ കാണുവാൻ പോകും ഈ മ്യൂസിയത്തിൽ 5 കോടി മുടക്കി വാങ്ങിയ മൊഞ്ചു ബെൻസു ബസും ആ പാർട്ടിയും. ഇന്ന് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് നാളെ മ്യൂസിയത്തിലാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ ആ മ്യൂസിയത്തിൽ അതോടൊപ്പം ആ പാർട്ടിയും ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. എന്തു സൗഭാഗ്യമാണ് എൻ്റെ കേമു, എന്തു പറഞ്ഞാലും ഞങ്ങൾ അടിമകൾ, എന്തു പറഞ്ഞാലും ഞങ്ങൾ അടിമകൾ. അങ്ങ് പറയുകിൽ പയറുപോലെ, അങ്ങ് പ്രതിപക്ഷ ബെഞ്ചു പോലും പഞ്ഞിക്കിട്ട് കാൽക്കൽ നിൽക്കാമീ കഴുതകൾ. അങ്ങ് തിരുമേനി മാത്രമല്ല ആരും ഭയക്കുന്ന അപാരമൂർത്തി. അതിലാണ് ഞങ്ങളുടെ ഗതികേട് ദേവ, അടിയനെ കൊല്ലാതെ കാക്കണേ കേമു. പുതിയൊരു ദേവനാണ് അങ്ങ്, അതാണ് ഗതികേട് ദേവൻ. അങ്ങ് തിരുമേനി മാത്രമല്ല ആരും ഭയക്കുന്ന അപാരമൂർത്തി. അതിലാണ് ഞങ്ങളുടെ ഗതികേട് ദേവ, അടിയനെ കൊല്ലാതെ കാക്കണേ കേമു. ഇത് തീർന്നില്ലേ? കേമു എല്ലാ വർഷവും ബസ്സിൽ വന്ന് വല്ലാതെ പിരിച്ചിട്ടടിച്ചോടിച്ചിടേണം. നമുക്കിനി മഹാബലി വേണ്ട, ഓണം വേണ്ട. എല്ലാ വർഷവും മഹാകവി കേമു ഇങ്ങനെ ബസ്സിൽ വരുന്നതായി ഒരു ഐതിഹ്യമുണ്ടാക്കി നമുക്കത് മതി എന്നാണ് ഈ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങയെ കാണാതിരിക്കാൻ വയ്യ, ഞങ്ങളുടെ കുടുംബശ്രീ സജ്ജമാണ്. തൊഴിലുറപ്പുകാർ കൂലിയില്ലേലും അങ്ങയെ കാണാൻ തിരക്കിലാണ്. തൊഴിലുറപ്പുകാർ കൂലിയില്ലേലും അങ്ങയെ കാണാൻ തിരക്കിലാണ്. പിച്ചച്ചട്ടി വിറ്റ കാശുകൊണ്ട് ചുട്ടകോടിയെ തിന്നിടുമ്പോൾ കട്ടുമുടിച്ച് സഹായിക്കണേ, കാവലായി ഞങ്ങളെ കാക്കണേ കേമു. കട്ടുമുടിച്ച് സഹായിക്കണേ, കാവലായി ഞങ്ങളെ കയക്കണേ കേമു. അങ്ങൊരു മലയുടെ മുകളിലേറൂ, അല്പനേരം ഈ താഴേക്കു നോക്കൂ പ്രഭോ. അടിയന്റെ ചുമലിലെ മല താങ്ങുവാൻ ആരുമില്ലെന്നറിയുക നീ കേമുസ്വാമി. അടിയന്റെ ചുമലിലെ മല താങ്ങുവാൻ ആരുമില്ലറിയൂ നീ കേമുസ്വാമി. അങ്ങ് ചികിത്സയ്ക്കായി പറന്നിടേണം, ഞങ്ങൾ ഈ മാവിൽ കയറു കോർക്കാം. അങ്ങ് ചികിത്സയ്ക്കായി പറന്നിടേണം, ഞങ്ങൾ ഈ മാവിൽ കയറു കോർക്കാം. മക്കൾ മാസപ്പടി വാങ്ങി വന്നാൽ ഒക്കെ ഓരോരോ കഥകളാക്കാം. മക്കൾ മാസപ്പടി വാങ്ങി വന്നാൽ ഒക്കെ ഓരോരോ കഥകളാക്കാം. ഞാനീ നാട്ടിലെ പാവം പ്രജ, അങ്ങീ കാട്ടിലെ സിടുവരാജൻ. ഞാനീ നാട്ടിലെ പാവം പ്രജ, അങ്ങീ കാട്ടിലെ സിടുവരാജൻ. അങ്ങയെ ട്രോളുക അല്ല പ്രഭു, എത്ര പറഞ്ഞാലും മേസില്ലെന്നാലും, എത്ര പറഞ്ഞാലും ഏസില്ലെന്നാലും സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം. ഞാനീ നാട്ടിലെ പാവം പ്രജ, അങ്ങീ കാട്ടിലെ സിടുവരാജൻ. അങ്ങയെ ട്രോളുകയല്ല പ്രഭു, എത്ര പറഞ്ഞാലും ഏസില്ലെന്നെനിക്കറിയാം. സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം. സദസ്സൊഴിയുമ്പോൾ ചെന്നു കയറാൻ സർവം നാശോന്മുഖമാകും നേരം. സദസ്സൊഴിയുമ്പോൾ ചെന്നു കയറാൻ സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം. പട്ടിണി, കൊലക്കയററ്റ ബന്ധുക്കൾ, ചീറ്റപ്പുലി, പന്നി, ആനശല്യം. എന്തു പറയണം കേമു, നമുക്കെന്തു പറ്റി? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. കൊലക്കയററ്റ ബന്ധുക്കൾ, ചീറ്റപ്പുലി, പന്നി, ആനശല്യം. എന്തു പറയണം കേമു, നമുക്കിതെന്തു പറ്റി? നമുക്ക് ഈ കേരളം മറിച്ചു വിൽക്കാം. വല്ലതും അവശേഷിപ്പതുണ്ടെങ്കിൽ, ഇവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളം മറിച്ചു വിൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയ കവിതയായ കേമുവിൻ്റെ
ജീവൻ രക്ഷാപ്രവർത്തകർ എന്ന ഈ കവിത ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. ഏതെങ്കിലും അച്ചടിച്ചു വന്നിട്ടുണ്ടോ? നന്നായി. അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ചടിച്ചേനെ.